നമുക്ക് അമലിലേക്ക് പോകാം. അമൽ ഇപ്പോൾ ഉണ്ട് നിലമ്പൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരാനായിട്ട്. ഇന്ന് നിലമ്പൂരിൻ്റെ സമഗ്രമായ പ്രചരണ പരിപാടികൾ, മുഖ്യമന്ത്രിയുടെ പ്രചരണ പരിപാടികൾ, സമയം, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ നമുക്കറിയാം. അമൽ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി നിലമ്പൂരിൽ എത്തുന്നു എന്നതാണ് LDF ക്യാമ്പിനെ സംബന്ധിച്ച് ഏറ്റവും ആത്മവിശ്വാസം ഏറ്റുന്ന കാര്യമെന്ന് പറയുന്നത്. LDFിൻ്റെ കൺവെൻഷനിൽ തന്നെ മുഖ്യമന്ത്രിയെ കാണാനായി ആദ്യ ദിനം ഒഴുകിയെത്തിയ ജനക്കൂട്ടത്തെ നമ്മൾ കണ്ടതാണ്. ഇന്ന് വീണ്ടും മുഖ്യമന്ത്രി എത്തുമ്പോൾ ഇന്നത്തെ പര്യടനം മുഖ്യമന്ത്രിയുടേത് എവിടെയൊക്കെയാണ്, സമയം എപ്പോഴാണ്? മനോ, തീർച്ചയായും അതുതന്നെയാണ്. അതായത് ഏറ്റവും ആവേശമുണ്ടാക്കുന്ന കാര്യം ഇന്ന് മണ്ഡലത്തിൽ മുഖ്യമന്ത്രി എത്തുന്നു എന്നുള്ളതാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി LDFിൻ്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. അന്ന് അദ്ദേഹം നൽകിയ ഒരു ആവേശമുണ്ട്. ആ ആവേശത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയായി ഈ ഒരു പര്യടനങ്ങളും ഒപ്പം തന്നെ ഈ ഇലക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും 3 ദിവസം ഈ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇദ്ദേഹം എത്തുന്നതോടുകൂടി വലിയ ആവേശം തന്നെയാണ് ഇടതുപക്ഷ പ്രവർത്തകർക്കുള്ളത് എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇന്ന് മുതൽ 3 ദിവസങ്ങളിലായാണ് വിവിധ പഞ്ചായത്ത് റാലികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. പഞ്ചായത്ത് റാലികളിൽ സംസാരിക്കുകയും ചെയ്യും. ഇന്ന് ചുങ്കത്തറയിലാണ് ഏറ്റവും ആദ്യത്തെ പരിപാടി. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഈ പരിപാടി ആരംഭിക്കുക. അതിനുശേഷം മറ്റൊരു പരിപാടി കൂടി അദ്ദേഹം ഈ മറ്റൊരു റാലിയിൽ കൂടി അദ്ദേഹം പങ്കെടുക്കും. പിന്നീട് തുടർന്നുള്ള ദിവസങ്ങൾ ഓരോ പഞ്ചായത്തുകൾ, അതായത് കരുളായി, പോത്തുകൾ പോലുള്ള ഓരോ പഞ്ചായത്തുകളിലെ ഓരോ റാലികളിൽ ഇദ്ദേഹം പങ്കെടുക്കും. നമുക്കറിയാം, കഴിഞ്ഞ ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായുള്ള എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം ഇത്തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേടുന്നത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോഴും അത്തരത്തിൽ ഓരോ കാര്യങ്ങളും എടുത്തു സൂചിപ്പിക്കുന്നു. അതേസമയം തന്നെ UDF മറ്റൊരു ഭാഗത്ത് വർഗീയ പരാമർശങ്ങൾ നടത്തി ഈ തിരഞ്ഞെടുപ്പിനെ നേടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടുകൂടി അത് ഈ ഒരു ക്യാമ്പിൽ, അതായത് LDFിൻ്റെ ക്യാമ്പിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഇന്ന് M സ്വരാജ് 2 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് പര്യടനം നടത്തുന്നത്. അമരമ്പലം ഒപ്പം തന്നെ കരുളായി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ഇദ്ദേഹം പര്യടനം നടത്തുന്നത്. ഏകദേശം ഒരു 20ഓളം കേന്ദ്രങ്ങളിലൂടെ ഇദ്ദേഹം ഇന്ന് പര്യടനം നടത്തും. ഇത്തരത്തിൽ വലിയ ആവേശം. ഒപ്പം തന്നെ മന്ത്രിമാരൊക്കെ തന്നെയും നിലവിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ, ഒപ്പം തന്നെ ഇന്ന് P രാജീവ് ഉണ്ട്, MP ഉണ്ട്. അത്തരത്തിൽ മന്ത്രിമാർ ഒക്കെ തന്നെയും ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നു. ഒപ്പം ഗോവിന്ദൻ മാസ്റ്റർ, A വിജയരാഘവനെ പോലുള്ള നേതാക്കളടക്കം ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആവേശം തന്നെ നിലമ്പൂരിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഒപ്പം തന്നെ കുടുംബയോഗങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയായി നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് കൃത്യമായ ഒരു രീതിയിൽ തന്നെ ആ കുടുംബയോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ അതിലിപ്പോൾ MLA മാരും മന്ത്രിമാരടക്കം ഈ കുടുംബയോഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ള. അത്തരത്തിൽ ഇവിടെ M സ്വരാജിൻ്റെ അല്ലെങ്കിൽ LDFിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആവേശത്തിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ്. മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടെ ആവേശം ഇരട്ടിയാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. മനു.